നമസ്കാരം. JB ജംഗ്ഷനിലേക്ക് സ്വാഗതം. സ്വയംവര ചന്ദ്രികയിലൂടെ മലയാളിയുടെ നെഞ്ചിൽ സ്ഥാനമുറപ്പിച്ച നമ്മുടെ പ്രിയങ്കരനായ ദീപക് ദേവിന്റെ സംഗീത സഭയിലൂടെയുള്ള യാത്ര ഈ എപ്പിസോഡിൽ തുടരുക. ഒരുപക്ഷെ ദീപകിന്റെ കഴിവ് നമ്മൾ പുറത്തേക്ക് കണ്ടിട്ടില്ല. നമ്മൾ ഒരു കഴിവുണ്ടോ, ഇങ്ങനെയൊക്കെയാണ് കഴിവ് നമ്മൾ പുറത്തേക്ക് എടുക്കുന്നത്. അത് കൂടുതലും നിങ്ങളെ പോലത്തെ ആൾക്കാർ കാണാത്തത്, നിങ്ങൾ ഈ എല്ലാവർക്കും വിട്ട് പിഴിയുന്നത് മാത്രമല്ലേ ശ്രദ്ധിക്കുന്നുള്ളൂ. നിങ്ങൾ എപ്പോഴെങ്കിലൊക്കെ ടിവിയും റേഡിയോ ഒക്കെ ഓൺ ചെയ്യും, അപ്പോഴല്ലേ കേൾക്കുള്ളൂ. ഇത് ഞാൻ പറഞ്ഞതല്ല, നോക്കട്ടെ. ഇനിയിപ്പോ ഞാൻ പറഞ്ഞാൽ കുഴപ്പമില്ല, വരട്ടെ. ദീപക് ഒരു ഐസ്ബർഗ് ആണെന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. കാരണം നമ്മളിപ്പോൾ അദ്ദേഹം ചെയ്ത സിനിമാ സോങ്ങുകളും മറ്റുള്ള വർക്കുകളെല്ലാം കണ്ടിട്ട് കാണാതെ ഇരിക്കുന്ന ഒരു പ്രതിഭ അദ്ദേഹത്തിലുണ്ട്. ഇപ്പോൾ സാധാരണ നമ്മൾ ആഡ് ഫിലിംസ് ചെയ്യുമ്പോൾ നമ്മൾ അദ്ദേഹത്തിൻ്റെ ആ ഒരു ടാലൻറ്റ് നമ്മൾ എക്സ്പ്ലോർ ചെയ്ത് എടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ചിലപ്പോൾ മിക്കവാറും ഒരു 30 സെക്കൻഡ്സ് ആഡ് ചെയ്യാൻ വേണ്ടി 10-30 ദിവസങ്ങളോളം ഞങ്ങൾ തമ്മിലുള്ള വർക്കുകൾ നീണ്ടു പോകാറുണ്ട്. അപ്പോൾ എനിക്ക് ദീപകിനോടൊരു കാര്യം ചോദിക്കാനുള്ളത്, എന്തുകൊണ്ടാണ് നിങ്ങൾ ഈ പ്രതിഭ ഇങ്ങനെ മറച്ചു വച്ചിരിക്കുന്നത്? എന്തുകൊണ്ടാണ് ഈ കഴിവുകൾ മുഴുവൻ നിങ്ങൾ പുറത്തെടുക്കാതെ ഇരിക്കുന്നത്? അത് മുമ്പ് നിങ്ങളുടെ ഒരു സ്വപ്നമായിരുന്ന ഒരു വേൾഡ് ബാൻഡ്, അത് ചെയ്യുമ്പോഴേക്ക് നിങ്ങൾ അത് മാറ്റിവെച്ചിരിക്കുന്നതാണോ, അതോ അതിന് അനുയോജ്യമായ പ്രൊജക്റ്റുകൾ നിങ്ങൾക്ക് കിട്ടാത്തതാണോ? ദീപക്, ഞാൻ പറഞ്ഞപ്പോൾ ദീപക് പറഞ്ഞു നിങ്ങളെപ്പോലുള്ള പത്രക്കാരൊന്നും ഇങ്ങനെയുള്ള കാര്യങ്ങൾ ശ്രദ്ധിക്കാത്തതുകൊണ്ടാണ്. താങ്കളുടെ സസൂക്ഷ്മം നിരീക്ഷിക്കുന്ന, താങ്കളുടെ എല്ലാ ഉൾപ്പിരിവുകളും നന്നായിട്ട് അറിയാവുന്ന ദീപ് പറയാണ്, അതായത് ഈ പ്രതിഭയുടെ യഥാർത്ഥ രൂപം പുറത്തേക്ക് വന്നിട്ടില്ല. അതെ, ഞാൻ വളരെയധികം വാല്യൂ ചെയ്യുന്ന ഒരു ഫ്രണ്ട്ഷിപ്പാണ് ദീപു ആയിട്ടുള്ളത്. ദീപു മാത്രമല്ല, ദീപു, ഷിബു, ഷാബു, ഈ 3 ബ്രദേഴ്സും അന്തിക്കാട് എന്നുള്ള പേര് കൂടെ ഉണ്ട്. അത് അവര് സത്യൻ അന്തിക്കാട് സാറിന്റെ നെവ്യൂ ആണ്. അപ്പം അവരുമായിട്ടുള്ള ഒരു പരിചയം എന്ന് പറയുന്നത് കോളേജ് കഴിഞ്ഞ്, ഞാൻ പറഞ്ഞിരുന്നല്ലോ, കുറച്ച് നാള് മ്യൂസിക്കിന് ശ്രമിച്ചു, ഒന്നും ആവാതായപ്പോഴാണ് ഇത് വിടാൻ തീരുമാനിച്ചത്, വണ്ടി കയറിയത്. അതെ, ആ സമയത്ത് ഞാൻ ആ ഒരു വർഷം വെറും അഡ്വർടൈസ്മെന്റ്സ്, TV കമേഴ്ഷ്യൽസ് മാത്രം ചെയ്താണ് എനിക്കൊരു വരുമാന മാർഗമായിട്ട് ഒപ്പിച്ചു തന്നത് ഇവരൊക്കെ തന്നെയാണ്. ദീപു തന്നെയാണ് എനിക്ക് എപ്പോഴും വർക്ക് തന്നതും. ഒരു മ്യൂസിക് ഡയറക്ടറിലേക്ക് ഉള്ളൊരു ഒരു ഷേപ്പ് ചെയ്തെടുക്കുന്നത് ആഡ് ഫിലിം ഇൻഡസ്ട്രിയാണ് എന്നെ. അതിൽ കൂടുതൽ അതെ, എന്ന് പറഞ്ഞാൽ 30 സെക്കൻഡിനുള്ളിൽ ഹിറ്റ്, അതായത് ഒരു പാട്ടിന്റെ ലെങ്ത് കിട്ടില്ല, ഒരു 30 സെക്കൻഡ്സിനുള്ളിൽ ഒരു ഹിറ്റ് ട്യൂൺ ഉണ്ടാക്കുക എന്ന് പറഞ്ഞാൽ അവർക്ക് വേണ്ടി കുറേ ജിംഗിൾസ് ചെയ്തതിൽ ഏറ്റവും പോപ്പുലർ ആയ ഒരു ജിംഗിളാണ് പെണ്ണേ നിന്നെ സുന്ദരിയാക്കിയതാര്, നിന്റെ കിനാവിൽ തങ്കം പോഷിയതാര്, ആലൂക്കാസ് 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 ആലൂക്കാസ്. ഈ ട്യൂണാണ് ക്രോണിക് ബാറ്റ്സ്മാൻ ചെയ്യുന്നതിന്റെ തൊട്ട് മുമ്പേ ഏറ്റവും എനിക്ക് റെക്കഗ്നൈസ്ഡ് ആയിട്ട് കിട്ടിയ ഒരു ജിംഗിൾ, അത് ദീപുവിന്റെ ട്യൂൺ തന്നെയാണ്. അപ്പൊ അത്രയും എനിക്ക് അറിഞ്ഞ് എന്നെ ശരിക്കും അറിയുന്ന ഒരാളാണ് ദീപു അന്തിക്കാട്. പക്ഷെ അന്ന് ഒന്നും തന്നെ ഞാൻ ആഗ്രഹിച്ച സ്ഥലത്തേക്ക് എത്തുന്നില്ല എന്ന് മനസ്സിലായി. ഒരു സ്വപ്നം ഇങ്ങനെ വെക്കാന്നല്ലാതെ സ്വപ്നം എക്സിക്യൂട്ട് ചെയ്യാനുള്ള ഒരു ബേസിക് സ്റ്റെപ്പ് പോലും നടക്കുന്നില്ല. പിന്നെ സ്മിതയുടെ വീട്ടിലും പ്രഷർ വന്നു, പെൺകുട്ടികൾക്ക് ആലോചനകൾ വന്നു തുടങ്ങും. അപ്പം എല്ലാം കൊണ്ടും അത് നടക്കണമെങ്കിൽ ഇത് വിടണം എന്ന് മനസ്സിലായി. പക്ഷെ സ്മിത ഒരിക്കലും പറഞ്ഞിട്ടില്ല. സ്മിത ഒരു പ്രഷർ ഒന്നും എക്സെർട്ട് ചെയ്തില്ല. പെൺകുട്ടിയുടെ വീട്ടുകാര് പ്രഷർ ഓഫ് കോഴ്സ് ഏതൊരു അവര് കലാകാരന്മാരാണെങ്കിൽ പോലും ഒരു സുരക്ഷിതമായ ഒരു തൊഴിൽ ഡെഫിനറ്റ്ലി അത് ഒരു ഏതൊരു അച്ഛനും അമ്മയും ആഗ്രഹിക്കുന്ന ഒരു കാര്യം തന്നെ അവരും ആഗ്രഹിച്ചിട്ടുണ്ട്. അപ്പൊ ഞാൻ എൻ്റെ വീട്ടില് ഡാഡിയുടെ അടുത്ത് പറഞ്ഞു. അപ്പോഴാണ് ഞാൻ ഡാഡിയുടെ അടുത്ത് സംസാരിച്ച് ഡാഡി അവരുടെ അടുത്ത് ചെന്ന് സംസാരിക്കുന്നത്. അറ്റ്ലീസ്റ്റ് ഒരു വെർബൽ കമ്മിറ്റ്മെന്റ്. പക്ഷെ എത്ര നാളെടുക്കും ഞാൻ സെറ്റിൽ ആവാൻ എന്നുള്ളൊരു കാര്യം, ഒരു ചോദ്യത്തിനുള്ള ഒരു ഉത്തരം ആർക്കും പറഞ്ഞുകൂടാ, എനിക്ക് പറഞ്ഞുകൂടാ. കാരണം ഞാൻ സെലക്ട് ചെയ്തിരിക്കുന്ന ഫീൽഡ് മ്യൂസിക് ആയിപ്പോയി. അപ്പം ഡെഫിനറ്റ് ആയിട്ട് പറയാൻ പറ്റാത്തൊരു ഉത്തരത്തിൽ എത്ര നാളൊരു പെൺകുട്ടി വെയിറ്റ് ചെയ്യും എന്നൊരു സംഭവം എൻ്റെ മനസ്സിൽ തന്നെ വന്നു തുടങ്ങിയപ്പോഴാണ് ഞാൻ ഇത് നിർത്താം, നോക്കിയെടുത്തോളം മതി, ഇനി വേറെ വല്ല ജോലി നോക്കാം എന്ന് പറഞ്ഞ് ഞാൻ അസറ്റ്, അന്ന് ആപ്ടെക് എന്ന് പറയുന്ന ഇൻസ്റ്റിറ്റ്യൂട്ടിൽ അസറ്റ് സർട്ടിഫൈഡ് സിസ്റ്റംസ് പ്രൊഫഷണൽ എന്ന് പറയുന്ന ഒരു കോഴ്സ് ഉണ്ടായിരുന്നു. അതൊക്കെ ചെയ്തു. MCSE ഒറാക്കിളൊക്കെ പഠിച്ചു. പിന്നെ അത് പഠിക്കാൻ വേണ്ടി ആദ്യം ഞാൻ ചെയ്തത് ഈ കീബോർഡ് എൻ്റെ ഡാഡി എനിക്ക് വാങ്ങി തന്ന i3, നേരത്തെ പറഞ്ഞില്ലേ 10th സ്റ്റാൻഡേർഡ് പാസ്സായപ്പം ഗിഫ്റ്റ് ചെയ്ത് ആ കീബോർഡ് വിറ്റാലേ കാര്യങ്ങൾ നടക്കുമെന്ന് എനിക്ക് മനസ്സിലായി. കാരണം അത് കാണുമ്പം തിരിച്ച് ഞാൻ പ്രോഗ്രാമിംഗ് തുടങ്ങും, ഇതിൽ സ്വപ്നങ്ങൾ വന്നു തുടങ്ങും. അപ്പം അങ്ങനെ ആ കീബോർഡ് ഞാൻ വിറ്റ് കംപ്ലീറ്റ്ലി എൻ്റെ മനസ്സിൽ നിന്ന് ഈ മ്യൂസിക് ഇറേസ് ചെയ്തു, കമ്പ്യൂട്ടറിലേക്ക് കടന്നു.
പക്ഷെ ഒരു ഭയങ്കര ഒരു മിസ്റ്ററി എനിക്ക് ഇപ്പോഴും മനസ്സിലാവാത്തൊരു മാജിക് എന്ന് പറയുന്നത്, ഈ കീബോർഡ് വാങ്ങിയ ഒരുത്തിനും പറഞ്ഞ പൈസ ഫുള്ളായിട്ട് തിരിച്ച് തന്നിട്ട് അത് വാങ്ങാൻ പറ്റുന്നില്ല. അതുകൊണ്ട് തിരിച്ചു കൊടുത്തത്. അതുകൊണ്ട് ഈ വാങ്ങിയവരെല്ലാരും കീബോർഡും തരും, കുറച്ച് പൈസ എക്സ്ട്രാ കയ്യിൽ കിട്ടും. തന്നിടത്തോളം തിരിച്ചു വേണ്ട, ഞങ്ങളതൊരു 4-5 മാസം വെച്ച സ്ഥിതിക്ക് ആ പൈസ നിങ്ങൾ വെച്ചോ ഒരു വാടകയായിട്ട്. പക്ഷെ കീബോർഡ് നമുക്ക് വാങ്ങാനുള്ളൊരു കപ്പാസിറ്റി ഇല്ല എന്ന് പറഞ്ഞൊരു 3-4 പേര് തിരിച്ച് എൻ്റെ കയ്യിൽ തന്നെ കൊണ്ടുവന്ന് തന്നു. ശ്രദ്ധിക്കാൻ പറ്റുന്നില്ല, ടെൻഷനുണ്ട്. ഇങ്ങനെയൊക്കെ കേട്ടിട്ട് ഞാനിനി ഇതിന് എങ്ങനെ പാട്ടുണ്ടാക്കുക? അപ്പം സിദ്ദിഖേട്ടന് മനസ്സിലായി മൊത്തം കൈവിട്ട് പോകുന്ന അവസ്ഥയിലാണ്. അത് വേർക്കാനൊക്കെ തുടങ്ങി കഥ കേൾക്കുമ്പോൾ. അപ്പൊ സിദ്ദിഖേട്ടൻ പറഞ്ഞു, ദീപ ഒരു കാര്യം ചെയ്യും, കഥ വിട്, ദീപ എന്തെങ്കിലും പാട്ട് ഉണ്ടാക്കിയിട്ടുണ്ടോ, റിലാക്സ് ആവുമെന്ന്. ഞാൻ പറഞ്ഞു, ഒരു താരാട്ട് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്, കേക്കട്ടെ എന്ന് പറഞ്ഞു. അങ്ങനെ താരാട്ടായിട്ട് സ്വയംവര ചന്ദ്രിക പാടിയത്. സിദ്ദിഖേട്ടൻ പറഞ്ഞു, നല്ല പാട്ടാണ്, ഇതിന്റെ സ്പീഡ് കയറ്റാൻ പറഞ്ഞു. അപ്പൊ ഈ താരാട്ടിന്റെ സ്പീഡ് കയറ്റി കഴിഞ്ഞാൽ താരാട്ടല്ലാതായി പോവല്ലേ, ഒരു ഉറക്കാനുള്ളൊരു കൊച്ചെഴുന്നേറ്റ് പേടിക്കും. അതെ. അപ്പൊ ഞാനത് സിദ്ദിഖേട്ടൻ്റെ അടുത്ത് വെച്ച്, സിദ്ദിഖേട്ടൻ അത് വേണ്ട, സിദ്ദിഖേട്ടൻ ഈ സ്പീഡല്ലേ നല്ലത്, അതുപോലെ കൂട്ട്, അങ്ങനെയല്ല നമുക്ക് നോക്കുന്നത്. അപ്പൊ ഞാൻ ഈ സിദ്ദിഖേട്ടൻ പറഞ്ഞതുപോലെ തന്നെ, ഇത് ദൈവമേ നല്ലൊരു പാട്ട് കൈവിട്ട് പോവോ, ഇതുമല്ല അതുമല്ലാതെ ആവുമോ എന്നൊക്കെ പേടിച്ചു. പക്ഷെ ആ സിദ്ദിഖേട്ടൻ എടുത്ത ടെമ്പോ കൂട്ടിയപ്പം ഇങ്ങനെ പാടിയപ്പോ സിദ്ദിഖേട്ടൻ പറഞ്ഞു, ഇത് കൊള്ളാം, ഇതൊരു ലവ് സോങ് ആക്കാലോ അല്ലെ. അപ്പൊ ഞാൻ ആലോചിച്ചപ്പാണോ ആയിരിക്കാം എന്നുള്ള രീതിയിൽ എനിക്ക് അറിയാത്ത. അപ്പൊ സിദ്ദിഖേട്ടൻ വേറെ രൂപമൊന്നുമില്ലല്ലോ. അതെ, എങ്ങനെ ആകാലോ, എന്തോ ആവാലോ, അമ്മയുടെ കൂടെ വന്നാലും പ്രണയമാവൂലോ. അതെ. അപ്പം സിദ്ദിഖേട്ടൻ പറഞ്ഞു, പക്ഷെ ആകെയുള്ളൊരു പ്രശ്നം എന്താന്ന് വെച്ചാല്, ഈ സിനിമയിലെ മമ്മൂക്ക എന്ന് പറയുന്ന ഒരു കഥാപാത്രത്തിന് അങ്ങോട്ട് ഒരു വിധത്തിലും ലവ് ഉണ്ടാവില്ല. അദ്ദേഹം ഒരു ക്രോണിക് ബാച്ചിലറാണ്. അദ്ദേഹത്തിന് ഇങ്ങോട്ട് വരുന്നുണ്ടെന്നല്ലാതെ അദ്ദേഹത്തിന് അങ്ങോട്ട് ലവ് ആയി കഴിഞ്ഞാൽ എന്റെ ക്യാരക്ടർ അല്ലാതെ ആയിപ്പോ, നോക്കാം വേറെ എന്തെങ്കിലും വഴി ഉണ്ടാക്കാം. എന്നിട്ട് സിദ്ദിഖേട്ടൻ അടുത്ത സിറ്റിങ്ങിന് വന്നപ്പം മുകേഷ് ഏട്ടനെയും ഭാവനയും വെച്ച് ഒരു സ്ക്രീൻ പ്ലേ ഇതിനായിട്ട് ഉണ്ടാക്കി, ഒരു പാട്ടിന് വേണ്ടി അദ്ദേഹം സിറ്റുവേഷൻ കൊണ്ടുവന്നു.